ഒരു റീല് ചെയ്യാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം നമ്മുടെ അടുത്ത ഗസ്റ്റ് വളരെയധികം സ്പെഷ്യലാണ്. പണി മൂവിയിൽ ജോജു ജോർജിൻ്റെ വൈഫായിട്ട് അഭിനയിച്ച ആ ആർട്ടിസ്റ്റിന് ഓർമ്മയുണ്ടോ? അഭിനയാണ് നമ്മുടെ അടുത്ത ഗസ്റ്റ് അയാമിൽ. ഇൻഫാക്ട് ഞാൻ പണി മൂവി കാണുമ്പോൾ അഭിനയം ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഇവരെ ഞാൻ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. പിന്നീടാണ് മനസ്സിലായ തമിഴ്, തെലുഗു, കന്നഡ ഇതിലൊക്കെ ഈ ഭാഷകളിലൊക്കെ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റാണെന്നും. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരൊരു ഹിയറിങ് ആൻഡ് സ്പീച്ച് ഇമ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് കേൾവി ശക്തി ഇല്ലാത്തതുകൊണ്ട് സംസാരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഇതെങ്ങനെ ചെയ്തു എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് എനിക്ക് പതുക്കെ ഒരു കോണ്ടാക്ട് വഴി, എനിക്കിപ്പോൾ ധന്യ രവി ആണോ അവർ വഴിയാണെന്ന് തോന്നുന്നു, അഭിനയെക്കുറിച്ച് സജസ്റ്റ് ചെയ്തതും പിന്നെ അഭിനയം റീച്ച് ഔട്ട് ചെയ്തതും. കാരണം കേരളത്തിലല്ലാത്തതുകൊണ്ട് അവരെ കോണ്ടാക്ട് ചെയ്യാനും അവരിവിടെ ഉള്ളപ്പോഴേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ലോജിസ്റ്റിക്കൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവസാനം നമുക്ക് അഭിനയുടെ ഷൂട്ട് ഡേറ്റ്സ് കിട്ടി. ആൻഡ് അത് സായി, അതായത് അഭിനയുടെ ചേട്ടനാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എനിക്കിത് ഇത്രയും നാളും ഞാൻ ചെയ്തതിൽ വളരെ യുണീക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്തൊരു പോസിറ്റീവ് എനർജിയാണെന്നറിയാം കുട്ടിക്ക്. ഞാൻ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ഉൾക്കൊണ്ട് അത് സംസാരിക്കുന്ന വളരെ ഷാർപ്പ്, വളരെ ഇൻ്റലിജൻറ്റ്, വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സോൾ. ഈ ഇൻ്റർവ്യൂ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ദിസ് ഈസ് വൺ ഓഫ് മൈ മോസ്റ്റ് സ്പെഷ്യൽ ഇൻ്റർവ്യൂസ്. ആൻഡ് ഇത് ഫുൾ ഇൻ്റർപ്രേറ്റ് ചെയ്യാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും വൈഷ്ണവി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ശരിക്കും ഒരു മൈൻഡ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു ഇത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണണം. അഭിനയുടെ സ്പെഷ്യൽ ഇൻ്റർവ്യൂ ഓൺ ഐ ആം. അഭിനയ ഇനി താമസിയാതെ ഒരു മലയാളം സിനിമയിൽ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പം പറയാറായിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷെ അഭിനയുടെ ലൈഫ് സ്റ്റോറി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ടാക്സിയിൽ പോയപ്പോൾ ഊബർ ഡ്രൈവർ, പുള്ളിക്കാരൻ പാർട്ട് ടൈം ആയിട്ട് AD ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പണിയിൽ തന്നെയാണ്, ഈ സിനിമയിൽ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഈ സാധാരണ വരുന്ന ആക്ടേഴ്സിനെക്കാളും വളരെയധികം ഷാർപ്പും ഇൻ്റലിജൻറ്റും എഫേർട്ട്ലെസ് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം അഭിനയം ചെയ്യുന്നതെന്ന്. അപ്പോൾ പുള്ളി ഫസ്റ്റ് ഹാൻഡ് ഇത് കണ്ടിട്ടുമുണ്ട്. അഭിനയം എത്ര മനോഹരമായിട്ടാണ് ഓരോ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതും ഓരോ പെർഫോമൻസസും ചെയ്യുന്നതും ഒക്കെ പേഴ്സണലി പുള്ളിക്ക് അറിയായിരുന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കര സന്തോഷം തോന്നി. എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി. ആൻഡ് therefore I'm sharing it with you all. Please watch this special interview with Abhinaya.